ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിന്ന് വയനാട്ടിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ദി റെയിൻസ് പറഞ്ഞ റിസോർട്ടായിരുന്നു അത്. ഒരു ഫോറസ്റ്റിൻ്റെ നടുവിലായിരുന്നു. അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ക്യാബിൽ പിക്ക് ചെയ്തിട്ട് അവർ ഞങ്ങളെ റൂമിലേക്ക് കൊണ്ടുപോയി. റൂമൊക്കെ അടിപൊളിയായിരുന്നു, രക്ഷയില്ലായിരുന്നു. അവിടെയൊക്കെ ഫുള്ള് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ളൊരു റിസോർട്ടായിരുന്നു. നമുക്ക് എൻ്റയർലി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു, നല്ല പ്രൈവസിയുള്ളൊരു പ്രോപ്പർട്ടിയാണ്. നമ്മുടെ വ്യൂ ഇതായിരുന്നു, ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഫുൾ കോടായിരുന്നു. ചെറിയ മഴ കൂടെ ഉള്ളതുകൊണ്ട് അടിപൊളി ക്ലൈമറ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പം നൈറ്റ് ആയപ്പോൾ എനിക്ക് ഏട്ടൻ്റെ വക സർപ്രൈസ് ആയിട്ട് ഒരു കേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു, ബർത്ത്ഡേ ഒക്കെ അവിടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്തു. എന്തായാലും കേക്കിൻ്റെ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. സർപ്രൈസായിട്ട് റിസോർട്ട് ഉണ്ടെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം റിസോർട്ട് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു, കാരണം ഭയങ്കര അടിപൊളി റിസോർട്ടായിരുന്നു, ഒരു രക്ഷയില്ല. ഞങ്ങൾ പോയാലൊരു എൻ്റയർലി ടോപ്പ് റിസോർട്ടായിരുന്നു, കാരണം വ്യൂ വെച്ചിട്ടായാലും ആംബിയൻസ് ആയാലും പ്രൈവസി ആയാലും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പം നൈറ്റ് ആയപ്പം സർപ്രൈസ് ആയിട്ടൊരു കേക്കൊക്കെ വന്നു, 12 മണിക്ക് എണീപ്പിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ എനിക്ക് 26 വയസ്സായി ഗൈസ്. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. അത് ഞങ്ങൾ പിന്നെ കിടന്നുറങ്ങി, രാവിലെ എണീറ്റ് വീണ്ടും നാട്ടിലേക്ക് തന്നെ വന്നു. അപ്പം നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് രാവിലെ എന്ന് പറയുന്നത് ബർത്ത്ഡേ മോർണിംഗ് പറയുമ്പോൾ അടിപൊളിയായിരുന്നു. ബർത്ത്ഡേ മോർണിംഗിൻ്റെ വ്യൂ എന്ന് പറയുന്നത്